Hi friends, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങളൊരു പുതിയ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ ചിക്കൻ്റെ പല ഡിഷും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ മസാലയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് ചിക്കൻ, ഇത് 3/4 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യമേ നമ്മൾ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെക്കണം. 3 സെക്ഷനായിട്ടാണ് നമുക്കിത് ഉണ്ടാക്കേണ്ടത്. ഇതിന് വേണ്ട തൈര് ഒരു കപ്പാണ് നമ്മൾ തൈര് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പുതിന ഇല, മല്ലിയില ഇതെല്ലാം കൂടാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് മൊത്തം നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂണാണ് ഇടേണ്ടത്. നമുക്ക് ആദ്യമേ 1 ടേബിൾ സ്പൂൺ ഇട്ട് നോക്കിയിട്ട് പോരാഴി ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. അത് ആദ്യമേ നമുക്കൊരു ടേബിൾ സ്പൂൺ ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് ഗരം മസാല 1.5 ടീസ്പൂണാണ് വേണ്ടത്. നമുക്ക് കുറച്ചിട്ടിട്ട് പോരെന്നുണ്ടെങ്കിൽ ബാക്കി പിന്നെ ചേർക്കാം. മുളക് പൊടി ഇത് 1 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. ജീരകം പൊടിച്ചതാണ്, ഇത് അര ടീസ്പൂണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് നമ്മൾ ചിക്കൻ ഒന്ന് വരഞ്ഞിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് എടുത്ത് കാണിക്കാൻ വിട്ടുപോയി. 1 ടീസ്പൂൺ ഓയിലും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇളക്കാം. നമ്മളിത് എത്ര സമയം മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും നന്നായിരിക്കും നമ്മുടെ കറി. 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെച്ചിരിക്കണം. ഇതിനി അവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത കാര്യങ്ങൾ, ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവിക്കുള്ള കാര്യങ്ങളാണ് ഇനിയും ചെയ്യേണ്ടത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യമേ നമുക്ക് ഡ്രൈ സ്പൈസസ് ആണ് നമുക്ക് ആദ്യമേ എടുക്കേണ്ടത്. 2 ഏലക്കയുണ്ട്, ഒരു ചെറിയ കറുവാപ്പട്ടയുണ്ട്, 2 ഗ്രാമ്പുണ്ട്, 2 വറ്റൽമുളകുണ്ട്, 2 ബേ ലീഫുണ്ട്, ഒരു ചെറിയ സവോള അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് 3 തക്കാളി, ഇതൊന്ന് ഒരു സ്റ്റീം ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും അരച്ച് പേസ്റ്റാക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ സവോള നമുക്ക് വാർത്തെടുക്കണം. ഇതൊരു 3 സവോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തീരെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാനിടത്തില്ലേ, അതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യമേ നമുക്ക് ഇതിനുള്ള കാര്യം ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് സവോള ഇട്ട് വറുത്തെടുക്കാം. കനം കുറച്ച് വേണം അരിയാൻ, എന്നാലേ നമുക്ക് പെട്ടെന്ന് ഇത് വറുത്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാനും വേണം, നമ്മൾ ഈ ഗ്രേവിയുടെ കൂടെ എടുക്കാനും വേണം. ഗ്രേവിയുടെ കൂടെ ഇത് നമ്മൾ കൂടെ ഇടുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടും. നമ്മുടെ സവോള ബ്രൗണിഷ് കളറായി വരുന്നു. ഇത് നമുക്ക് ചുരുള ഫ്ലെയിം കൂട്ടി വെച്ച് പെട്ടെന്ന് മുരിച്ചെടുക്കാം. നമ്മുടെ സവോള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കണം. നമ്മുടെ സവോള നന്നായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. നമ്മൾ ആ എണ്ണ തന്നെയാണ് നമ്മൾ ബാക്കി കുക്കിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്കിടേണ്ടത് ഡ്രൈ സ്പൈസസ് ആണ്.
വേണ്ടത് 2 മുളക്, 2 ബേ ലീഫ്, 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു ചെറിയ കറുവപ്പട്ട. ഇതാദ്യമേ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം, മൂപ്പിച്ചെടുക്കണം. നമ്മൾ ആ സവാള വഴറ്റിയ എണ്ണ തന്നെയാണ് അതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കൂടെ ഉണ്ടാകും നമ്മൾ ആ എണ്ണ തന്നെ എടുക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് അടുത്തായിട്ടിട്ടുണ്ട് ഇത് നമുക്ക് ചേർക്കേണ്ടത് സവാള നമ്മളെ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇനിയിപ്പോൾ വഴറ്റാനെടുക്കേണ്ടത്. ഇത് നല്ലപോലെ വഴറ്റി ഇതിൻ്റെ വെള്ളം മുഴുവൻ വറ്റണം, എണ്ണ തെളിഞ്ഞ് വരണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ടൊമാറ്റോയുടെ പേസ്റ്റ് ബാക്കി ചേർക്കാനായിട്ട്. നമ്മൾ പേസ്റ്റ് ആക്കാനായിട്ട് നമ്മളൊരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇത് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത്. ഒരു ഉപ്പ് ചേർക്കാവേ. നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോള പേസ്റ്റ് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായി ചേർക്കേണ്ടത് നമ്മുടെ തക്കാളി ബോയിൽ ചെയ്ത് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് അടുത്ത് ചേർക്കുന്നത്. 3 തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. നമ്മുടെ തക്കാളിയുടെ ഗ്രേവിയും പച്ചപ്പെല്ലാം മാറി നന്നായിട്ട് വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വരെ നമ്മൾ നല്ലപോലെ ഇട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് നമ്മൾ മാറിനേറ്റ് ചെയ്ത ചിക്കനാണ്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇടണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അടുത്തായിട്ട് നമുക്ക് ഇടേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയാണ്. കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് പൊടിച്ച് വേണം ഇടാൻ. നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യണം. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ സ്വല്പം കുറവുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ഇട്ടിട്ടാണ് മിക്സ് ചെയ്യണം. ഇതോടെ മിക്സ് ചെയ്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് വേഗം വെക്കണം. നമ്മൾ 1 കപ്പാണ് ചൂടുവെള്ളം എടുത്തിരിക്കുന്നത്. നമുക്ക് 1/2 കപ്പ് ഒഴിച്ച് നോക്കാം. പോരെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് പിന്നീട് ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. നമ്മുടെ ഹൈദരാബാദി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ ഗ്രേവി നല്ല രീതിയിൽ കണ്ടോ, നല്ലപോലെ നല്ല കുറുകിയ ഗ്രേവിയിലാണ് നമുക്കിത് റെഡിയാക്കേണ്ടത്. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.
നമ്മുടെ ഹൈദരാബാദി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നിടം വരെ ബൈ.